ഞാൻ ഇടുക്കി ജില്ലയിലെ കുമളി സ്വദേശിയാണ്. എൻ്റെ പഞ്ചായത്തിലാണ് മുല്ലപ്പെരിയാർ ഡാം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നീലകണ്ഠൻ സാർ പറഞ്ഞതുപോലെ കഴിഞ്ഞ ഒരു 20 വർഷത്തിലേറെയായി മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഞാൻ മാധ്യമപ്രവർത്തനം തുടങ്ങുമ്പോൾ എൻ്റെ ആദ്യകാലത്തെ ഒരു സബ്ജക്റ്റായിരുന്നു മുല്ലപ്പെരിയാർ. അതുകൊണ്ട് തന്നെ ഇതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ആരോടെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ കൃത്യമായ വിവരങ്ങൾ ആരിൽ നിന്നും ലഭിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതേക്കുറിച്ച് പഠിക്കണമെന്നൊരു ആഗ്രഹം എനിക്കുണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ലഭ്യമാകാവുന്ന എല്ലാ രേഖകളും ശേഖരിച്ച് വെച്ച് പഠിച്ചിട്ടുള്ള ഒരാളാണ്. അതോടൊപ്പം 100 തവണയിലേറെ മുല്ലപ്പെരിയാർ അണക്കെട്ട് സന്ദർശിച്ചിട്ടുമുണ്ട്. അത് നമ്മുടെ സ്റ്റേറ്റിലെ VS അച്യുതാനന്ദൻ മുതൽ ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള മുഖ്യമന്ത്രിമാരോടൊപ്പവും വിവിധ മന്ത്രിതല സംഘങ്ങളോടൊപ്പവും എക്സ്പെർട്ട് കമ്മിറ്റികൾക്കൊപ്പവും ഉദ്യോഗസ്ഥന്മാർക്കൊപ്പവും അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ഉദ്യോഗസ്ഥർക്കൊപ്പവും ഒക്കെ മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ സന്ദർശിക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ മുക്കും മൂലയും അതിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എൻ്റെ കണ്ണ് കെട്ടിക്കൊണ്ട് വിട്ടുകഴിഞ്ഞാൽ ഞാൻ കാലുകൊണ്ട് അളന്ന് പറയാം ഇതിൻ്റെ ഭാഗമാണ്. അത്രമേൽ അടുത്ത ബന്ധമുണ്ട് എനിക്ക് അണക്കെട്ടുമായി. പക്ഷേ നിർഭാഗ്യവശാൽ കഴിഞ്ഞ ഇതുപോലുള്ള ഓരോ പ്രശ്നങ്ങളുണ്ടാകും. ഇതൊരു സീസണൽ ഇഷ്യൂ ആണ്. അദ്ദേഹം പറഞ്ഞ പോലെ ഇതൊരു സീസണൽ ഇഷ്യൂ ആണ്. നിർഭാഗ്യവശാൽ ഓരോ സംഭവങ്ങളുണ്ടാകുമ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്ന വളരെ മോശം പ്രവണതകളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ജീവിതത്തിൽ ഒരിക്കലും മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ ചിത്രം പോലും കണ്ടിട്ടില്ലാത്ത ആളുകൾ ഏതെങ്കിലുമൊക്കെ അണക്കെട്ടിൻ്റെ ചിത്രം എടുത്തു വെച്ചിട്ട് മുല്ലപ്പെരിയാറാണെന്ന് പറഞ്ഞ് വിശാലമായ കഥ പറയും. ഏറെ ആളുകൾ ഉപയോഗിക്കുന്നത് ചെറുതോണി അണക്കെട്ടിൻ്റെ ചിത്രമാണ്. നിങ്ങൾ സോഷ്യൽ മീഡിയ ശ്രദ്ധിച്ചാൽ അറിയാം, മുല്ലപ്പെരിയാറിൻ്റെ ചിത്രം പോലും പലരുടെയും കൈവശമില്ല. അപ്പോൾ ചിത്രത്തിൽ പോലും കാണാത്ത ആളുകൾ ഇതിൻ്റെ വിധി പറയുന്ന അവസരത്തിൽ കേരള സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു വലിയ തെറ്റിദ്ധാരണയുണ്ട്. ആ തെറ്റിദ്ധാരണയുടെ പരിണിത ഫലമാണ് വർഷങ്ങളായി ഇതിനു വേണ്ടി നടക്കുന്ന മുറവിളി എത്തേണ്ടടുത്ത് എത്താതെ പോയത്. പലരും എന്നോട് ചോദിക്കാറുണ്ട്, നാട്ടുകാരൻ എന്ന നിലയിലും ഈ വിഷയത്തെ പലപ്പോഴും സമീപിച്ചിട്ടുള്ള ആളെന്ന നിലയിലും. ഇപ്പോൾ തന്നെ കഴിഞ്ഞ 4 ദിവസങ്ങളായി കേരള കൗമുദിയിൽ എഡിറ്റ് പേജിൽ ഒരു പരമ്പര ഞാൻ എഴുതിയിരുന്നു. ഇതൊക്കെ കാണുമ്പോൾ ആളുകൾ എന്നോട് ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, മുല്ലപ്പെരിയാർ അണക്കെട്ട് പൊട്ടുമോ? ഇതാണ് ആദ്യം എല്ലാവർക്കും ചോദിക്കാനുള്ളത്. എനിക്ക് അവരോട് പറയാനുള്ള ഒരു മറുപടി, ലോകത്തുള്ള എല്ലാ അണക്കെട്ടുകളും പൊട്ടും, ഒരു സംശയവുമില്ല. മനുഷ്യനിർമ്മിതമായ എല്ലാ അണക്കെട്ടുകളും പൊട്ടും. പൊട്ടാൻ നിരവധി കാരണങ്ങളുണ്ട്. അതിവിടെ നീലകണ്ഠൻ സാറ് പറഞ്ഞതുപോലെ പ്രകൃതിക്ഷോഭം കൊണ്ട് പൊട്ടാം, പ്രളയം കൊണ്ട് പൊട്ടാം, ഭൂകുലുക്കം കൊണ്ട് പൊട്ടാം, മറ്റെന്തെങ്കിലും ഇതിൻ്റെ സ്ട്രക്ചറിൻ്റെ ഡിഫക്റ്റ് കൊണ്ട് പൊട്ടാം, ഈ യുദ്ധം പോലുള്ള സാഹചര്യങ്ങളിൽ ബോംബിങ് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാൽ പൊട്ടാം. അതായത് മനുഷ്യ ഇടപെടലുകൾ കൊണ്ട് പൊട്ടാം. അങ്ങനെ ഒരു അണക്കെട്ട് തകരാൻ നിരവധി കാരണങ്ങളുണ്ട്. അണക്കെട്ട് തകരാതിരിക്കാൻ ഒരു കാരണവുമില്ല. ഒരണക്കെട്ട് തകരാതിരിക്കാൻ ലോകത്ത് ഒരു കാരണവുമില്ല. മനുഷ്യ നിർമ്മിതിയാണെങ്കിൽ അത് തകർന്നിരിക്കും. അപ്പോൾ പിന്നെ മുല്ലപ്പെരിയാറിന് മാത്രം എന്താ പ്രശ്നം? കേരളത്തിൽ തന്നെ വേറെ എത്രയോ അണക്കെട്ടുകളുണ്ട്, ലോകത്തെല്ലായിടത്തും അണക്കെട്ടുകളുണ്ട്. അപ്പോൾ മുല്ലപ്പെരിയാറിന് മാത്രം എന്താണ് ഈ പ്രശ്നം? അവിടെയാണ് പ്രശ്നം. മുല്ലപ്പെരിയാറിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അതിൻ്റെ ബലക്ഷയം തന്നെയാണ്. രണ്ടാമത്തെ കാര്യം, ഞാൻ അതേക്കുറിച്ച് വിശദമായി പറയാം. ഉച്ചഭാഷണം ഉണ്ടായിരുന്നെങ്കിൽ സൗകര്യമായിരുന്നു എന്നുള്ളതേ ഉള്ളൂ. ഒരു കാര്യം ഞാൻ ആമുഖമായി പറയാം. ഞാനിവിടെ പറയുന്ന ഏത് കാര്യത്തെ സംബന്ധിച്ചും ആധികാരികമായ രേഖ എൻ്റെ കൈവശമുണ്ട്. അതുകൊണ്ട് ആർക്ക് ഇത് സംബന്ധിച്ച് സംശയങ്ങളുണ്ടെങ്കിലും ഇവിടെ ഒരു പൊതുവേദിയിൽ അത് പ്രദർശിപ്പിക്കാൻ പറ്റില്ല. അല്ലാത്ത ആർക്കെങ്കിലും വ്യക്തിപരമായി അതിൻ്റെ ആഴങ്ങളിലേക്ക് പോയി പഠിക്കണമെന്നുണ്ടെങ്കിൽ രേഖ ഞാൻ കാണിച്ചു തരാം. അതുകൊണ്ട് രേഖ വെച്ചുകൊണ്ട്, കയ്യിലെ രേഖയല്ല, സുപ്രീം കോടതിയിൽ പോലും ചലഞ്ച് ചെയ്യാൻ കഴിയുന്ന രേഖകൾ വെച്ചുകൊണ്ട് തന്നെ ആധികാരികമായി സംസാരിക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ പറയാം, മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ ബലക്ഷയം തന്നെയാണ്. അതൊന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം, ഒരണക്കെട്ട് അതൊരു രാജ്യത്തായാലും ഒരു സ്റ്റേറ്റിലായാലും ആ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനത്തിന് അതിന് മേൽ അധികാരമുണ്ടായിരിക്കും. അപ്പോൾ അതിനെന്തെങ്കിലും ഒരു ബലക്ഷയം, സാങ്കേതികമായ ഒരു പ്രശ്നം ഉണ്ടാകാം. മനുഷ്യനിർമ്മിതമാണ്. എപ്പോൾ വേണമെങ്കിലും എന്തെങ്കിലുമൊക്കെ ഡിഫക്റ്റുകൾ ഉണ്ടാവാം. അങ്ങനെ ഒരു ഡിഫക്റ്റ് ഉണ്ടായാൽ അത് പരിഹരിക്കപ്പെടാൻ മേലാത്ത ഡിഫക്റ്റ് ആണെങ്കിൽ ആ അണക്കെട്ട് ഡീകമ്മീഷൻ ചെയ്യുകയോ പൊളിച്ചു കളയുകയോ അതിൻ്റെ വാട്ടർ ലെവൽ താഴ്ത്തി നിർത്തുകയോ താഴ്വരയിൽ മുൻകരുതലുകൾ എടുക്കുകയോ എന്തു വേണേലും ചെയ്യാം. പക്ഷേ നിലവിൽ മുല്ലപ്പെരിയാറിൻ്റെ സ്ഥിതി അതല്ല. അതിരിക്കുന്നത് കേരള സംസ്ഥാനത്തിലാണ്. അതിൻ്റെ ചെരിവ് കേരളത്തിലേക്കാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് തുറന്നു വിടുന്ന വെള്ളം, അതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വെള്ളം ഒഴുകുന്നത് കേരളത്തിൻ്റെ ഭൂപ്രദേശത്ത് കൂടിയാണ്. ആ ഭൂപ്രദേശത്ത് വസിക്കുന്ന ആളുകളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ഈ അണക്കെട്ടിന് മേൽ യാതൊരു അധികാരവുമില്ല. അവിടെ വീണ് കിടക്കുന്ന ഒരു കരിയില എടുത്ത് മാറ്റണമെങ്കിൽ തമിഴ്നാടിന് കത്തെഴുതാനേ നിവർത്തിയുള്ളൂ. തമിഴ്നാട് ഉദ്യോഗസ്ഥർ വന്നിട്ട് എടുത്ത് മാറ്റിയാലായി, ഇല്ലെങ്കിൽ അവഗണിച്ചാൽ അവഗണിച്ചു. ഇതാണ് മുല്ലപ്പെരിയാറിൻ്റെ അവസ്ഥ. അതുകൊണ്ടാണ് മുല്ലപ്പെരിയാറിനെ സംബന്ധിച്ച് ഇത്ര ആശങ്കയോടെ സംസാരിക്കേണ്ടി വരുന്നത്.
ഇനി അപ്പോൾ വീണ്ടും ഉയരും ഒരു വാദം, പൊട്ടും എന്ന് പറഞ്ഞിട്ട് ഇതുവരെ പൊട്ടിയില്ലല്ലോ എന്ന്. അതാണ് ചിലർ ചോദിക്കുന്ന ഒരു വാദം. പൊട്ടും എന്ന് ഇതുവരെ പറഞ്ഞ ആളുകളെ പേടിപ്പിക്കാനല്ലേ? ഇതുവരെ പൊട്ടിയില്ലല്ലോ. ശരിയാ, പൊട്ടിയില്ല. നമ്മളൊക്കെ ജനിച്ചാൽ മരിക്കുമെന്ന് ഉറപ്പാ. ഇതുവരെ മരിച്ചില്ലല്ലോ, അതുകൊണ്ട് ഇനി മരിക്കുകയല്ലെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇതുവരെ നമ്മൾ മരിച്ചിട്ടില്ല, അതുകൊണ്ട് ഇനി ഞാൻ ഒരിക്കലും മരിക്കുകയല്ലെന്ന് ആർക്കെങ്കിലും ഉറപ്പ് പറയാമെങ്കിൽ അത് തന്നെയുള്ളൂ മുല്ലപ്പെരിയാറിൻ്റെ ഉറപ്പ്. ഇതുവരെ പൊട്ടാത്തത് കൊണ്ട് നാളെ പൊട്ടില്ല എന്ന് പറയുന്നവരോട് ആ വാദത്തിനുള്ള മറുപടി അത് മാത്രമേ ഉള്ളൂ, വേറെ അതിനെക്കുറിച്ച് പറയാനില്ല. ഇപ്പോൾ മുല്ലപ്പെരിയാർ അണക്കെട്ടിനെ സംബന്ധിച്ച് മലയാളികൾ മനസ്സിലാക്കേണ്ട വളരെ ഗൗരവതരമായ കുറേ കാര്യങ്ങളുണ്ട്. അതിലൊന്നാമത്തെ കാര്യം, ഈ വിഷയത്തിൽ മലയാളിക്കൊരു ഐക്യരൂപമില്ലെന്നുള്ളതാണ്. തമിഴ്നാടിനെ സംബന്ധിച്ച് തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് ഒരൊറ്റ വികാരമേ ഉള്ളൂ. അവർ ഈ വിഷയത്തിൽ മറ്റെന്തൊക്കെ രാഷ്ട്രീയമുണ്ടെങ്കിലും ശരി, മുല്ലപ്പെരിയാർ വിഷയത്തിൽ തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് ഒരു നിലപാടാണ്. അതിൽ രാഷ്ട്രീയപരമായിട്ടോ മതപരമായിട്ടോ ഏതിൻ്റെ പേരിലും അല്ലെങ്കിൽ പ്രാദേശികമായിട്ടോ ഒരു വികാരവുമില്ല, അഭിപ്രായ ഭിന്നതയുമില്ല. ഇപ്പോൾ തെക്കൻ തമിഴ്നാട്ടിലെ 5 ജില്ലകളാണ് മുല്ലപ്പെരിയാറിലെ ജലം ഉപയോഗിക്കുന്നത് എന്ന് കരുതി ബാക്കിയുള്ള ജില്ലകൾക്കാർക്ക് ഇതൊരു ബാധകമല്ലാത്ത വിഷയമല്ല. അങ്ങ് കന്യാകുമാരിയിലുള്ളവരോട് മുല്ലപ്പെരിയാറിൻ്റെ കാര്യം ചോദിച്ചാൽ അവൻ്റെ രക്തം തിളയ്ക്കും, അവൻ അതിനകത്ത് ഇടപെടും. തമിഴ്നാട്ടിൽ ഏതെങ്കിലും ഒരു വളരെ ആളെണ്ണം കുറഞ്ഞ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു നേതാവാണെങ്കിൽ പോലും മുല്ലപ്പെരിയാറുടെ എന്ന് പറഞ്ഞിട്ടൊന്ന് കൈഞ്ഞൊടിച്ചാൽ മതി, ആള് കൂടും. നമ്മളിവിടെ JCB കൊണ്ട് തൂത്തുകൂട്ടിയാലും അതിനിടെ കൂടി ചാടിപ്പോവും. അഭിപ്രായ വ്യത്യസ്തമായ അഭിപ്രായം, ഇത് പൊട്ടാൻ പോകുന്നില്ല, ഇത് രാഷ്ട്രീയമാണ് എന്ന് പറഞ്ഞിട്ടുള്ള അഭിപ്രായമാണ്. ഈ ദൗർബല്യം, മലയാളിയുടെ ഈ ദൗർബല്യം വളരെ മനോഹരമായി മുതലെടുത്തുകൊണ്ടാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് ഇപ്പോഴും ഈ നമ്മുടെ തലയ്ക്ക് മുകളിൽ ഡെമോക്രസിന്റെ വാള് പോലെ നിലനിർത്തിക്കൊണ്ടു പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്, സംസ്ഥാന തലത്തിലുള്ള കമ്മിറ്റിയാണ് ഈ സമരം ഏറ്റെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ കാര്യത്തിൽ ഒരുപാട് ചെയ്യാൻ കഴിയും. നിങ്ങൾ ഇതൊരു ബോധവൽക്കരണ ക്യാമ്പയിനായിട്ട് ഏറ്റെടുക്കുകയും കൂടെ വേണം. അങ്ങനെ ഏറ്റെടുക്കുമ്പോൾ വസ്തുതകൾ തന്നെ ജനങ്ങളെ പഠിപ്പിക്കണം. അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ പറയാം. ഇവിടെ ഇരിക്കുന്നവരെല്ലാം ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികളാണെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് കുറേ കാര്യങ്ങൾ കൂടി എൻ്റെ അറിവിലുള്ളതും എനിക്ക് രേഖാപരമായി തെളിയിക്കാൻ പറ്റുന്നതുമായ കുറേ കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം, മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ കരാർ സംബന്ധിച്ചുള്ള ഒരു ആശങ്കയുണ്ട്. മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി അണക്കെട്ടിന് വേണ്ടി 1886 ബ്രിട്ടീഷ് ഗവൺമെൻറ്റും തിരുവിതാംകൂർ ഗവൺമെൻറ്റുമായി ഉണ്ടാക്കിയ കരാറിൻ്റെ നിയമസാധുത യാതൊരു കാരണവശാലും ആ കരാറിൻ്റെ ബാധ്യത ഏറ്റെടുക്കാൻ ഉത്തരവാദിത്തമുള്ളവരല്ല നമ്മളാരും. നമുക്ക് ഈ ജീവിച്ചിരിക്കുന്ന ഒരു തലമുറയിൽപ്പെട്ട ഒരാളിനും ആ കരാറിൻ്റെ ബാധ്യത ഏറ്റെടുക്കാനുള്ള ഉത്തരവാദിത്തമില്ല. ഒന്നത് പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തേത്, ഇത് 100% ചതിക്കപ്പെട്ടൊരു കരാറാണ്. 100% ചതിച്ച് ഉണ്ടാക്കിയെടുത്തൊരു കരാറ്. ഏതാണ്ട് 1760കളിലോ മറ്റോ ആണ് ഈ സഹ്യപർവ്വതത്തിൻ്റെ പടിഞ്ഞാറ് വശത്ത് ഉത്ഭവിച്ച് പടിഞ്ഞാറ് അറബിക്കടലിലേക്ക് ഒഴുകുന്ന നദിയെ അതിൻ്റെ കിഴക്ക് വശത്ത് കൊണ്ടുപോയി ബംഗാൾ ഉൾക്കടലിൻ്റെ ഭാഗത്തേക്ക് തിരിച്ചുവിടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം രാമനാഥപുരത്ത് ആരംഭിക്കുന്നത്. തമിഴ്നാട്ടിലെ രാമനാഥപുരത്ത്. അത് അവിടെ രാമനാഥപുരം ഭരിക്കുന്നത് ഒരു പ്രായപൂർത്തിയാകാത്ത രാജാവാണ്. മുത്തുരാമലിംഗ സേതുപതി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ ഭരണത്തിന് വേണ്ടിയിട്ട് രാമനാഥപുരം സർക്കാരാണ് ഈ ആശയം മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ അതിൻ്റെ ചർച്ച അധികമൊന്നും മുന്നോട്ട് പോയില്ല. അതിനിടയ്ക്ക് ബ്രിട്ടീഷുകാരുമായിട്ടുള്ള യുദ്ധത്തിൻ്റെ പേരിൽ രാമനാഥപുരം ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിലായി. അങ്ങനെ മദ്രാസിയുടെ ഭാഗമായി രാമനാഥപുരവും മാറുന്നു. പിന്നീട് ബ്രിട്ടീഷ് ഗവൺമെൻറ്റാണ് ഇങ്ങനെ ഒരു ആശയം, തമിഴ്നാട്ടിലെ കൃഷിക്ക് ആവശ്യമായ വെള്ളം എത്തിക്കുന്നതിന് വേണ്ടി ഈ പെരിയാർ നദിയിലെ ജലം എങ്ങനെ മലയ്ക്കപ്പുറം കൊണ്ടുപോകാം, ഇതൊരു വലിയ മലയാണ്, ഈ മലയ്ക്കപ്പുറത്തേക്ക് എങ്ങനെ ഈ ജലം കൊണ്ടുപോകാമെന്നതിനെക്കുറിച്ചുള്ള ചർച്ച നടക്കുന്നത്. അത് 1862 ആദ്യത്തെ ഡിസ്കഷൻ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. 1862 തിരുവിതാംകൂർ ഭരിക്കുന്നത് ആയില്യം തിരുനാൾ മഹാരാജാവാണ്. ആയില്യം തിരുനാൾ മഹാരാജാവിൻ്റെ കാലത്ത് തുടങ്ങി വെച്ച ചർച്ച വർഷങ്ങളോളം നീണ്ടുപോയി. ആദ്യത്തെ ഉപാധി ഇങ്ങനെ ഞങ്ങളുടെ, അതായത് മുല്ലപ്പെരിയാർ എന്ന് പറയുന്നത് അന്നത്തെ തിരുവിതാംകൂറിൽ ഇന്നത്തെ കേരളത്തിൻ്റെ ഭൂപ്രദേശത്ത് ഉത്ഭവിച്ച് കേരളത്തിലൂടെ ഒഴുകി അറബിക്കടലിലെത്തുന്ന ഒരു നദിയാണ്. ഇതിനിടയ്ക്ക് ഈ നമ്മുടെ ഭൂതത്താൻകെട്ടിൽ വരുമ്പോൾ മാത്രമാണ് അതിലേക്ക് തമിഴ്നാട്ടിൽ നിന്നൊരു നദി വന്നു ചേരുന്നത്. അതായത് നമ്മുടെ ഇടമലയാറിൽ നിന്ന് വരുന്ന നദി. ആ നദി കാരണമാണ് ഇതിനെ ഒരു ഇൻ്റർസ്റ്റേറ്റ് നദി എന്ന് പറയുന്നത്. അത് മുല്ലപ്പെരിയാർ അണക്കെട്ട് കഴിഞ്ഞ് വീണ്ടും 100 കിലോമീറ്റർ താഴെ വരുമ്പോഴാണ് ഈ ഇടമലയാർ, നിങ്ങൾക്കറിയാം ഇടമലയാറിൻ്റെ ഭൂമിശാസ്ത്രമൊക്കെ, അപ്പർ നീരാർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന്, തമിഴ്നാട്ടിലെ അപ്പർ നീരാർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒഴുകി വരുന്ന
ഇടമലയാർ വന്ന് ഈ നദിയോട് സംയോജിക്കുമ്പോൾ മാത്രമാണ് ഇതൊരു ഇന്റർ സ്റ്റേറ്റ് നദിയാവുന്നത്. അതുവരെ പൂർണ്ണമായും കേരളത്തിലെ നദിയാണ്. അങ്ങനെ തിരുവിതാംകൂറിൽ ഉത്ഭവിച്ച് ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദിയെ മദ്രാശി സംസ്ഥാനത്തേക്ക് കടത്തിവിടുന്നതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ നടക്കുന്നത് 1862. അപ്പോൾ ആദ്യത്തെ ഉപാധി നമ്മൾ വെക്കുന്നത്, തിരുവിതാംകൂർ വെക്കുന്നത്, ഈ നദി മൂലം അപ്പുറത്തെത്തിക്കഴിയുമ്പോൾ അവിടെ നിന്ന് ഉണ്ടാകുന്ന റവന്യൂ, കൃഷി സംബന്ധമായും മറ്റു തരത്തിലും ഉണ്ടാകുന്ന റവന്യൂവിൻ്റെ പകുതി തിരുവിതാംകൂറിന് തരണം. ഇതായിരുന്നു ആദ്യത്തെ ചർച്ച. അത് എങ്ങും എത്താതെ പോയി. ആ ചർച്ച കാലങ്ങളോളം നീണ്ടുപോയി. രണ്ടാമത് വന്ന ഉപാധി 8000 ഏക്കർ തമിഴ്നാടിന് പാട്ടത്തിന് കൊടുക്കുമ്പോൾ പകരം 8000 ഏക്കർ തിരുവിതാംകൂറിന് ബ്രിട്ടീഷ് ടെറിട്ടറിയിൽ എവിടെയെങ്കിലും സ്ഥലം തരണം. ആ ചർച്ച ഇങ്ങനെ പുരോഗമിക്കുന്നതിനിടയിൽ ആയില്യം തിരുനാൾ മഹാരാജാവ് മരണപ്പെട്ടു. അത് കഴിഞ്ഞ് 1880 വിശാഖം തിരുനാൾ തിരുവിതാംകൂറിന്റെ ഭരണാധികാരിയായി. അതേ വർഷം തന്നെ 1880 വിശാഖം തിരുനാൾ രാജാവാകുന്ന അതേ വർഷം തന്നെ തമിഴ്നാടുകാരനായ മദ്രാസിയിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഉദ്യോഗസ്ഥന്റെ മകനായിരുന്ന, ജന്മം കൊണ്ടോ കർമ്മം കൊണ്ടോ തിരുവിതാംകൂറുമായി യാതൊരു ബന്ധവും ഇല്ലാതിരുന്ന വെമ്പകം രാമയ്യങ്കാർ എന്ന് പറയുന്ന ആൾ തിരുവിതാംകൂറിൽ ദിവാനായി വരുന്നു 1880. ഈ ചർച്ച പിന്നെ മുന്നോട്ട് പോവുകയാണ്. 1885 ഓഗസ്റ്റ് മാസം 4-ാം തീയതി വിശാഖം തിരുനാൾ മരണപ്പെട്ടു. ഇവിടെ ഒരു വലിയ തമാശയുണ്ട്. വിശാഖം തിരുനാൾ എൻ്റെ ഹൃദയരക്തം കൊണ്ട് ഒപ്പുവെച്ചു എന്ന് ഒരുപാട് പേര് പാടിക്കൊണ്ട് നടക്കുന്നുണ്ട്. മുല്ലപ്പെരിയാറിനെ കുറിച്ച് പറയുമ്പോൾ വിശാഖം തിരുനാൾ വളരെ മനോവേദനയോടുകൂടിയാണ് അതിൽ ഒപ്പുവെച്ചത്. അദ്ദേഹത്തിൻ്റെ ഹൃദയരക്തം കൊണ്ടാണ് ഒപ്പുവെച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. തെറ്റാണ്. വിശാഖം തിരുനാൾ മരണപ്പെട്ട് കഴിഞ്ഞ് 14 മാസം കഴിഞ്ഞാണ് കരാറുണ്ടാകുന്നത്. കരാറുണ്ടാകുമ്പോൾ തിരുവിതാംകൂറിലെ രാജാവ് ശ്രീമൂലം തിരുനാളാണ്. ശ്രീമൂലം തിരുനാളിൻ്റെ കാലത്ത് 1886 ഒക്ടോബർ മാസം 29-ാം തീയതിയാണ് ഈ കരാറുണ്ടാകുന്നത്. സമ്മതിച്ചു. അതിൽ ശ്രീമൂലം തിരുനാൾ ഒപ്പുവെച്ചിട്ടുണ്ടോ? ഇല്ല. വിശാഖം തിരുനാൾ ഒപ്പുവെച്ചിട്ടുണ്ടോ? ഇല്ല. പിന്നെ ആരാ ഒപ്പുവെച്ചത്? ഒപ്പുവെച്ചത് വെമ്പകൻ രാമയ്യങ്കാർ എന്ന് പറയുന്ന ദിവാനാണ്. ഈ ദിവാൻ ആരാണ്? ദിവാൻ ഞാൻ ആദ്യം പറഞ്ഞു, തമിഴ്നാട്ടില് മദ്രാസില് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഉദ്യോഗസ്ഥന്റെ മകൻ, ബ്രിട്ടീഷ് ആശ്രിത കുടുംബം. അവിടെ നിന്ന് പ്രസിഡൻസി സ്കൂളിൽ പഠിച്ച് ഉന്നത വിദ്യാഭ്യാസം നേടി പുറത്തു വന്ന ഉടൻ തന്നെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൽ മറാത്ത ട്രാൻസ്ലേറ്ററായി ജോലി കിട്ടി. ആ ജോലിയിൽ നിന്ന് പടിപടിയായി അതിവേഗം ഉയർന്ന് അയാൾ കളക്ടറായി മദ്രാസ് ചീഫ് സെക്രട്ടറിയുടെ ഫസ്റ്റ് അസിസ്റ്റൻ്റായി റിട്ടയർ ചെയ്തതിന് ശേഷം മദ്രാസി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് നോമിനേറ്റഡ് മെമ്പറായി 5 വർഷം പ്രവർത്തിച്ചു. അത് കഴിഞ്ഞ് മദ്രാസ് മുനിസിപ്പൽ കമ്മീഷണറായി പ്രവർത്തിച്ചു. ഒന്ന് ആലോചിക്കണം, ഒരാളുടെ ജന്മവും കർമ്മവും അയാളുടെ ഔദ്യോഗിക ജീവിതവും ബ്രിട്ടീഷ് ഗവൺമെന്റിന് വേണ്ടി നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ. അയാളെയാണ് 1880 തിരുവിതാംകൂറിലേക്ക് നിയോഗിക്കുന്നത്. ആ നിയോഗം ഒരു കൊട്ടേഷനാണ്, ഒരു ദൗത്യമാണ്. ആ ദൗത്യം എന്തായിരുന്നു? ഈ കരാർ എങ്ങനെയും യാഥാർത്ഥ്യമാക്കിയെടുക്കണം. 1880 ദിവാൻ വരുമ്പോൾ തന്നെ 1882 പെന്നിക്കോക്ക് എന്ന് പറയുന്ന എഞ്ചിനീയറെ അണക്കെട്ടിന്റെ സാധ്യതാ പഠനത്തിനും മറ്റു കാര്യങ്ങൾക്കുമായി നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ 80 വന്ന് 86 കരാറുണ്ടാവുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മൾ ആരെങ്കിലും രണ്ടുപേര് തമ്മിൽ ഒരു ഭൂമി പാട്ട കരാറിൽ ഏർപ്പെടുവാണ്. നിങ്ങളുടെ തോട്ടത്തിൽ ഞാൻ കൃഷി ചെയ്യാൻ പോവുക. അപ്പം ഞാൻ അതിനു വേണ്ടിയിട്ടുള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പം തന്നെ കരാർ ഒപ്പുവെച്ച് അതിൻ്റെ എന്തെങ്കിലും കൊടുക്ക വാങ്ങലുകൾ നടത്തുന്നതിന് മുൻപ് ഞാൻ ആളിനെ വിട്ട് നിങ്ങളുടെ പറമ്പിൽ കളപ്പിക്കുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ ആളിനെ വിട്ട് നിങ്ങളുടെ പറമ്പിൽ കളയ്ക്കാൻ തുടങ്ങിയാൽ അതിന് കയ്യേറ്റം എന്നാണ് നമ്മൾ പറയുന്നത്. ആ കയ്യേറ്റമാണ് 1882 ഈ ഡാം നിർമ്മിച്ച ബ്രിട്ടീഷ് എഞ്ചിനീയർ പെന്നിക്കോക്ക് വന്ന് തുടങ്ങിയത്. അപ്പോഴും കരാറായിട്ടില്ല. അപ്പോൾ ഇതിനിടയിൽ വിശാഖം തിരുനാളിന് പുറകെ നടക്കുകയാണ് ആര്? ഈ ദിവാൻ. അങ്ങനെ നടന്ന് 48-ാമത്തെ വയസ്സിൽ ഉദര സംബന്ധമായ രോഗം കൊണ്ട് വിശാഖം തിരുനാൾ മരണപ്പെട്ടു. അതവിടെ നിൽക്കട്ടെ, അതൊരു സംശയാസ്പദമായ കാര്യമാണ്. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് വിശദീകരിക്കാം. 85 ഓഗസ്റ്റ് മാസം 4-ാം തീയതി വിശാഖം തിരുനാൾ മരിക്കുന്നു. അത് കഴിഞ്ഞ് ശ്രീമൂലം തിരുനാൾ രാജഭരണം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു രാജാവ് മരിച്ചാൽ അന്ന് കൊട്ടാരത്തിൽ നിലനിൽക്കുന്ന ആചാരമനുസരിച്ച് കുറേ ദിവസങ്ങൾ ദുഃഖാചരണവും അതിൻ്റെ മരണാനന്തര കർമ്മങ്ങളും ഉണ്ട്. പക്ഷേ അതിവിദഗ്ധനായ വെമ്പകൻ രാമയ്യങ്കാർ ആ മാസം, അതായത് 1885 ഓഗസ്റ്റ് മാസം 11-ാം തീയതി ഈ കരാറിന് ഒരു കരട് തയ്യാറാക്കി മദ്രാസിക്ക് അയച്ചു. ഇതാരും അറിയുന്നില്ല. പക്ഷേ തമിഴ്നാടിൻ്റെ
ആധികാരികമായ ഒരു രേഖയിൽ ഈ കറക്റ്റ് തീയതി സഹിതം ആ കരടിന്റെ പൂർണ്ണ രൂപവുമുണ്ട്. അതെന്റെ കൈവശം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇത്ര കൃത്യമായ തീയതി പറയുന്നത്. ആർക്കും ചലഞ്ച് ചെയ്യാം, സുപ്രീം കോടതിക്ക് വേണേലും ചലഞ്ച് ചെയ്യാം, ഞാൻ പ്രൂഫ് തരാം. അങ്ങനെ 1885 രാജാവ് മരിച്ചതിന്റെ 7-ാം ദിവസം എന്തായാലും തിരുവിതാംകൂറിൽ അന്നത്തെ നാട്ടുനടപ്പനുസരിച്ച്, രാജഭരണമാണ്, അന്നത്തെ നാട്ടുനടപ്പനുസരിച്ച് 7 ദിവസത്തിനിടയിൽ ഇത്രയും ഗുരുതരമായ ഒരു പ്രശ്നത്തിൽ ഒരു തീരുമാനം എടുക്കില്ല, അത് ഉറപ്പാണ്. പക്ഷേ അങ്ങനെ കൊടുത്ത കരാറ് തൊട്ടടുത്ത വർഷം 1886 ഒക്ടോബർ 29-ാം തീയതി പൂർണ്ണ രൂപത്തിലെത്തുകയും അതിൽ തിരുവിതാംകൂറിന് വേണ്ടി മദ്രാശിക്കാരനായ ബ്രിട്ടീഷ് ചാരനായ വെമ്പകൻ രാമയ്യങ്കാർ തിരുവിതാംകൂറിന് വേണ്ടി ഒപ്പുവെക്കുകയും മറുവശത്ത് ബ്രിട്ടീഷ് സ്റ്റേറ്റ് സെക്രട്ടറി ഒപ്പുവെക്കുകയും ചെയ്തിട്ടാണ് 999 വർഷത്തെ ഈ മണ്ടൻ കരാറ് തിരുവിതാംകൂറിന്റെ തലയിലടിച്ചേൽപ്പിച്ചത്. ഈ പാട്ടക്കരാറിൽ മദ്രാസ് സർക്കാർ ചട്ടലംഘനം നടത്തിയെന്ന് ആരോപിച്ചുകൊണ്ട് ആർബിട്രേഷന് പോയി. ഈ കരാർ അനുസരിച്ച് ഇതിനകത്ത് ഉഭയകക്ഷികൾക്കിടയിൽ തർക്കമുണ്ടായാൽ ആർബിട്രേറ്റർ തലത്തിൽ ഇത് പരിഹരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും സർ സി പിയെ കുറിച്ച് നമുക്ക് പല ആക്ഷേപങ്ങളും ഉണ്ട്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും അയാൾ തിരുവിതാംകൂറിന് വേണ്ടി ശക്തമായി വാദിച്ചുകൊണ്ട് ഇത് കരാർ ലംഘനമാണ്, ഇവർ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കരാർ ലംഘനമാണ്, ഇത് കുടിവെള്ളത്തിനും കൃഷിക്കും മാത്രം കൊടുത്തിരിക്കുന്ന വെള്ളമാണ്, ഇത് വെച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ആർബിട്രേഷന് പോയി. ആർബിട്രേഷനിൽ ഈ തർക്കം പരിഹരിക്കപ്പെട്ടില്ല. അങ്ങനെ പരിഹരിക്കപ്പെടാതെ വന്നാൽ അതിൻ്റെ അടുത്ത ഓപ്ഷൻ ഒരു തേർഡ് അമ്പയറെ നിയമിക്കണമെന്നാണ്. ആ തേർഡ് അമ്പയറെ നിയമിച്ചു. കൽക്കട്ട ഹൈക്കോടതി ജഡ്ജിയായിരുന്ന നളിനി രഞ്ജൻ ചാറ്റർജി എന്ന് പറയുന്ന ആളിനെ തേർഡ് അമ്പയറായി നിയമിച്ചു. ഈ തേർഡ് അമ്പയർ ഈ കേസ് പരിശോധിച്ചിട്ട് തിരുവിതാംകൂറിന് അനുകൂലമായി വിധി പറഞ്ഞു. 1941 ഫെബ്രുവരി മാസം 20-ാം തീയതി ആ വിധി പുറത്തു വന്നു. നിർഭാഗ്യവശാൽ ആ വിധി എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയില്ല. സർ സി പി രാമസ്വാമി അയ്യർ ആ വിധി നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മൗണ്ട് ബാറ്റൻ പ്രഭുവിനെ സമീപിച്ചു. മൗണ്ട് ബാറ്റൻ പ്രഭുവിൻ്റെ പക്ഷപാതം മദ്രാശി സർക്കാരിന് അനുകൂലമായതുകൊണ്ട് അത് പരിഗണിക്കപ്പെട്ടില്ല, അത് അവിടെ ഇരുന്നു. 1947 ഇന്ത്യ ഗവൺമെൻറ് നമ്മൾ ബ്രിട്ടനിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചപ്പോൾ ഇന്ത്യ ഇൻഡിപെൻഡൻ്റ് ആക്ട് 1947 എന്ന് പറയുന്ന ഒരു നിയമം ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയിട്ടുണ്ട്. ആ നിയമത്തിൽ അവർ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഇതോടുകൂടി ഈ നിയമം പാസ്സായതോടുകൂടി ഇന്ത്യ രാജ്യത്തെ ഏതെങ്കിലും പ്രവിശ്യയിലുള്ള എല്ലാ അധികാരങ്ങളും നഷ്ടപ്പെട്ടിരിക്കുന്നു, ഞങ്ങൾക്ക് ഒരു പ്രവിശ്യയും ഭരിക്കാനുള്ള അധികാരമില്ല, ഞങ്ങൾ ഏതെങ്കിലും പ്രവിശ്യയുമായി ഏതെങ്കിലും നാട്ടുരാജ്യവുമായി ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ കരാറുകളും ഇതിനാൽ റദ്ദ് ചെയ്തിരിക്കുന്നു എന്ന് ആ ആക്റ്റിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കൂടി വന്നപ്പോൾ പൂർണ്ണമായും നഷ്ടപ്പെട്ടു പോയൊരു കരാറാണിത്. ഈ കരാറിനെ യാതൊരു തത്വദീക്ഷയുമില്ലാതെ ഒരു വീണ്ടു വിചാരവുമില്ലാതെ 1970 സി അച്യുതമേനോൻ കുത്തിപ്പൊക്കി തമിഴ്നാടിന് അനുകൂലമായി താലത്തിൽ വെച്ച് കൊടുത്തതിൻ്റെ പരിണിത ഫലമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്നത്. അല്ലായിരുന്നുവെങ്കിൽ ഈ രാജ്യം സ്വാതന്ത്ര്യം പ്രാപിച്ചതോടുകൂടി ഈ കരാർ ഈ ഭൂമുഖത്ത് നിന്ന് അപ്രത്യക്ഷമാകുമായിരുന്നു. ഈ മുല്ലപ്പെരിയാറിൻ്റെ പേരിൽ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ആശങ്കകൾ അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു. നമ്മൾ മാത്രമല്ല, ഇനിയും കിടക്കുന്നു 861 വർഷം ഇവിടെ ജനിക്കാനുള്ളൊരു തലമുറ, ജനിക്കാനുള്ള എത്രയോ തലമുറകൾ. എന്തവകാശം നമുക്ക് നമ്മളുടെ മക്കൾക്ക് അവകാശപ്പെട്ട ഭൂമി പണയപ്പെടുത്താൻ നമുക്ക് അവകാശമുണ്ടോ? നമുക്ക് തൊട്ട് തലമുറ, അടുത്ത തലമുറയുടെ ഭൂമിയോ സ്വത്തുക്കളോ പണയപ്പെടുത്താനോ നശിപ്പിക്കാനോ നമുക്ക് അവകാശമില്ല. പിന്നെ എങ്ങനെയാണ് ഇനിയും വരാനിരിക്കുന്ന 10-30 തലമുറകളുടെ അവകാശം പണയപ്പെടുത്തുക? ഇത്തരത്തിൽ വളരെ തത്വദീക്ഷയില്ലാത്ത, യുക്തിഭദ്രമല്ലാത്ത ഒരു കരാറിൻ്റെ ഭാഗമാണ് മുല്ലപ്പെരിയാർ എന്ന് ആദ്യം മനസ്സിലാക്കണം. രണ്ടാമത്തെ ഒരു വിഷയം, അപ്പോൾ സ്വാഭാവികമായി സംശയം ഉണ്ടാവും, ഇതൊന്നും നമ്മുടെ സുപ്രീം കോടതിക്ക് മനസ്സിലാകുന്നില്ലേ, അല്ലെങ്കിൽ സുപ്രീം കോടതി എന്തുകൊണ്ടാണ് ഇതിന് ഇങ്ങനെ വിധി പറഞ്ഞത്? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, ഇന്നേ നാഴിക വരെ, ഞാൻ ഈ സംസാരിക്കുന്ന ഈ നാഴിക വരെ കേരള സംസ്ഥാനം ഒരു ഒറിജിനൽ സ്യൂട്ട് സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിട്ടില്ല. മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരള സംസ്ഥാനം ഒരു ഒറിജിനൽ സ്യൂട്ട് സുപ്രീം കോടതിക്ക് മുമ്പാകെ ഫയൽ ചെയ്തിട്ടില്ല. പിന്നെ ഈ കേസൊക്കെ ഏതാണെന്നല്ലേ പറഞ്ഞു തരാം, ഓരോന്ന് പറഞ്ഞു തരാം. അതായത് 1979 സെൻട്രൽ വാട്ടർ കമ്മീഷന്റെ ശുപാർശ അനുസരിച്ച് മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 136 അടിയായി താഴ്ത്തി. അതുവരെ 152, 145 ഒക്കെ ആയിട്ട് പല തട്ടിലാണ് നിന്നിരുന്നത്. അപ്പോൾ 136 അടിയിൽ കൂടുതൽ സംഭരിക്കരുത്, അണക്കെട്ടിന് ബലക്ഷയം ഉണ്ടെന്ന് സെൻട്രൽ വാട്ടർ കമ്മീഷൻ ശുപാർശ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ജലനിരപ്പ് താഴ്ത്തി 136 അടിയിലേക്ക് താഴ്ത്തുകയും ചില അടിയന്തരമായി ചെയ്യേണ്ടതും ഹ്രസ്വകാലത്ത് ചെയ്യേണ്ടതും ദീർഘകാലത്ത് ചെയ്യേണ്ടതുമായ അറ്റകുറ്റപ്പണികളും നിർദ്ദേശിച്ചിരുന്നു. ഇതിൽ
ഹ്രസ്വകാലവും അടിയന്തരവുമായ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയ ശേഷം തമിഴ്നാട് 152 അടിയിലേക്ക് ജലനിരപ്പ് ഉയർത്തണമെന്ന് ആവശ്യപ്പെട്ടു. ഈ സമയത്ത് യാതൊരു കാരണവശാലും അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർത്താൻ പാടില്ല, ഈ അറ്റകുറ്റപ്പണി പര്യാപ്തമല്ല, അണക്കെട്ടിന് ബലക്ഷയമുണ്ടെന്ന് അന്ന് മുല്ലപ്പെരിയാർ സെല്ലിൻ്റെ ചെയർമാനായിരുന്ന എം കെ പരമേശ്വരൻ നായരുടെ നേതൃത്വത്തിൽ ഒരു സെല്ലുണ്ടായിരുന്നു കേരളത്തിൽ. വളരെ വിദഗ്ധനായ ഒരു എഞ്ചിനീയറാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള സെല്ല് വാദിച്ചു ഇത് പാടില്ല. അത് സംബന്ധിച്ചുള്ള സെൻട്രൽ വാട്ടർ കമ്മീഷന്റെ മധ്യസ്ഥതയിൽ കേന്ദ്ര ജലവിഭവ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം പല ചർച്ചകളും നടന്നു. ആ ചർച്ചകളിലൊക്കെ എം കെ പരമേശ്വരൻ വിയോജനക്കുറിപ്പാണ് രേഖപ്പെടുത്തിയത്, ഇത് അനുവദിക്കാൻ പറ്റില്ല. ഇതിനിടയിൽ കുമളിയിലുള്ള ഒരു സംഘടന, മുല്ലപ്പെരിയാർ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഫോറം എന്ന് പറയുന്ന ഒരു സംഘടന, വലിയ പിൻബലമൊന്നുമില്ല ആ സംഘടനയ്ക്ക്, 2-3 വ്യക്തികൾ കൂടി ചേർന്ന് ഒരു ലെറ്റർ പാഡൊക്കെ അടിച്ച് ഒരു സംഘടനയും ഉണ്ടാക്കിയതാ. അത് നിയമപരമായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ആ വ്യക്തികളൊക്കെ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് അവിടെ. അവര് കേരള ഹൈക്കോടതിയെ കൊണ്ടുവന്നൊരു ഹർജി ഫയൽ ചെയ്തു. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർത്താൻ പാടില്ല. അവരുടെ ആവശ്യം ഡാമിന്റെ ബലക്ഷയമായിരുന്നില്ല, ജലനിരപ്പ് ഉയർത്തിയാൽ പെരിയാർ കടുവാ സങ്കേതത്തിൽ ഉണ്ടാകുന്ന പാരിസ്ഥിതിക ആഘാതത്തെക്കുറിച്ചാണ് അവർ കേസ് ഫയൽ ചെയ്യുന്നത്. അവർ കേരള ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തപ്പോൾ തന്നെ തമിഴ്നാട്ടില് മദ്രാസ് ഹൈക്കോടതിയിൽ തമിഴ്നാട്ടിലെ കർഷകർ ഒരു കേസ് ഫയൽ ചെയ്തു, അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർത്തണം, ഡാമിന് ബലക്ഷയം ഇല്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ 2 ഹൈക്കോടതികളിൽ 2 സ്റ്റേറ്റുകൾ തമ്മിലുള്ള തർക്കം 2 ഹൈക്കോടതികളിൽ കേസ് നടക്കുമ്പോൾ ഇതിന് നീതിയുക്തമായ വിധി ഉണ്ടാവില്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തമിഴ്നാട് ഗവൺമെൻറ്റും നമ്മുടെ സുബ്രഹ്മണ്യ സ്വാമിയും സുപ്രീം കോടതിയെ സമീപിച്ചു. അപ്പോൾ സുപ്രീം കോടതി ഈ 2 ഹൈക്കോടതികളിലും ഉണ്ടായിരുന്ന കേസ് അങ്ങോട്ട് വിളിപ്പിച്ചു. അതോടെ നമ്മുടെ മുല്ലപ്പെരിയാർ പ്രൊട്ടക്ഷൻ ഫോറം, എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഫോറത്തിന്റെ ചീട്ട് കയറി. അവർക്ക് ഇവിടെ ഏതോ ഒരു വക്കീലിനെ പിടിച്ച് അവരൊരു വെറുതെ ഒരു കേസ് കൊണ്ട് വെച്ചതാ, തമിഴ്നാട്ടിനെ ഒന്ന് കണ്ണൂരിൽ പേടിപ്പിക്കാൻ വേണ്ടി. അവർ പക്ഷേ പേടിക്കുകയല്ല ചെയ്തത്, തിരിച്ച് പേടിപ്പിക്കുക. അവർ കേസുമായിട്ട് സുപ്രീം കോടതി പോയി. അപ്പോൾ നമുക്ക് പറ്റിയത് പിന്നീട് അങ്ങോട്ടുള്ള യാത്രയിൽ നമ്മൾ തളർന്നു പോയി. ഈ സമയത്ത് സുപ്രീം കോടതി സ്റ്റേറ്റ് ഗവൺമെന്റിന് നോട്ടീസ് അയക്കുന്നു. ആ നോട്ടീസിന് പ്രഗത്ഭന്മാരായ വക്കീലന്മാരെയും വെച്ച് അഫിഡവിറ്റുകൾ ഫയൽ ചെയ്തിട്ടുണ്ട്, ഉപഹർജികൾ കൊടുത്തിട്ടുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷേ ഒറിജിനൽ പെറ്റീഷൻ കേരള ഗവൺമെന്റിൻ്റെതല്ല. ആ കേസിലാണ് നമ്മൾ 2006 തോറ്റു തുന്നം പാടുന്നത്. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 142 അടിയായി ഉയർത്താമെന്ന് പറഞ്ഞ് സുപ്രീം കോടതി വിധിയുടെ 3 അംഗ ബെഞ്ച് വിധി പ്രസ്താവിച്ചു. ആ വിധിക്കെതിരെ നമ്മൾ എന്താ ചെയ്തേ, ഒരു റിവിഷൻ പെറ്റീഷനുമായി പോയി, അത് തള്ളിക്കളഞ്ഞു. അപ്പോൾ തന്നെ എന്ത് ചെയ്തു, നമ്മുടെ 2003 ഡാം സേഫ്റ്റി ആക്ട് ഭേദഗതി ചെയ്തു. നിയമസഭ കൂടി എതിരില്ലാതെ ഐകകണ്ഠേന ആ നിയമം ഭേദഗതി ചെയ്തു. കേരള സംസ്ഥാനത്തുള്ള എല്ലാ അണക്കെട്ടുകളുടെയും ചുമതല സംസ്ഥാന സർക്കാരിനാണ്, അവിടെ തമിഴ്നാടിന് വേറൊരു അവകാശവും ഇല്ല എന്ന് പറഞ്ഞ് ഒരു മുട്ടാന്യായം കൊണ്ടുവന്ന് നമ്മൾ ഈ നിയമ ഭേദഗതി ചെയ്തു. ഈ നിയമ ഭേദഗതിയെ തമിഴ്നാട് സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്തു. അതായത് സുപ്രീം കോടതി വിധി അട്ടിമറിക്കാൻ വേണ്ടി കേരള സർക്കാർ നിയമസഭയിൽ നിയമം പാസാക്കി എന്ന് പറഞ്ഞിട്ട് 2006 ഒരു ഹർജി ഫയൽ ചെയ്തു. ആ ഹർജിയാണ് 2014 വീണ്ടും നമുക്ക് തിരിച്ചടിയായി വിധി വരുന്നത്. നമ്മുടെ കേസിന്റെ അവസ്ഥയാണ്. അങ്ങനെ 2014 നമുക്കെതിരായി വീണ്ടും വിധി വരുന്നു. 2014 വിധി 142 അടിയായി അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർത്താം, അവശേഷിക്കുന്ന അറ്റകുറ്റപ്പണികൾ കൂടി നടത്തിയതിന് ശേഷം ഇതിൻ്റെ ഡിസൈൻ ലെവലായ 152 ഉയർത്താമെന്നാണ് 2014 വിധി. ഇപ്പോൾ ഒരു കേസ് സുപ്രീം കോടതിയിലുണ്ട്. ആ കേസിൽ കേരളത്തിന് അതും കേരളം ഫയൽ ചെയ്ത കേസല്ല. അതായത് കുമളിയിൽ നിന്ന് തേക്കടിയിലേക്ക് പോകുന്ന വിനോദസഞ്ചാരികളുടെ വാഹനം കുമളിയിൽ തടഞ്ഞിട്ട് വനം വകുപ്പിൻ്റെ വാഹനത്തിലാണ് ഇപ്പോൾ സഞ്ചാരികളെ തേക്കടിയിലേക്ക് കൊണ്ടുപോകുന്നത്. അങ്ങനെ വിനോദസഞ്ചാരികൾ വരുന്ന വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് വനം വകുപ്പിൻ്റെ ഒരു ഗ്രൗണ്ട് ഉണ്ട് അവിടെ, ആനവച്ചാൽ എന്ന് പറയുന്ന ഒരു ഗ്രൗണ്ട്. ഈ ആനവച്ചാൽ ഗ്രൗണ്ടിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സൗകര്യം ചെയ്തപ്പോൾ ഈ ഗ്രൗണ്ട് ഞങ്ങളുടെ പാട്ടഭൂമിയിലാണ്, അത് കേരളം കയ്യേറി എന്ന് പറഞ്ഞിട്ട് തമിഴ്നാട് കൊണ്ടുപോയി കൊടുത്ത 2014 കൊടുത്ത ഹർജിയാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയിലെ വാദത്തിനിടയിൽ ഈ മാസം 6-ാം തീയതി കേരളത്തിന് അനുകൂലമായി സുപ്രീം കോടതിയിൽ നിന്നൊരു നീക്കം ഉണ്ടായിട്ടുണ്ട്. ഈ പാട്ടക്കരാറിൻ്റെ സാധുത പരിശോധിക്കാമെന്ന്. അതിനുവേണ്ടി സെപ്റ്റംബർ 30 കേസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ 30ഓടുകൂടി ആവശ്യമായ രേഖകൾ സമർപ്പിച്ച് കേസ് നടത്തിയാൽ ഒരുപക്ഷെ ഈ പാപഭാരത്തിൽ നിന്ന്, പൂർവികർ ചെയ്തു വെച്ച ഈ പാപഭാരത്തിൽ നിന്ന് കേരള ജനതയെ രക്ഷിക്കാൻ സാധിച്ചേക്കും. അതിന് ആത്മാർത്ഥമായി ഈ
അർപ്പണബോധത്തോടെ ഈ കേസ് നടത്താൻ സർക്കാർ തയ്യാറാവണം എന്നതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു സംഗതി.